വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. നിങ്ങളുടെ ഈ സ്വന്തം വിദ്യാഭ്യാസ. സോ നമ്മുടെ നാളത്തെ കെമിസ്ട്രി പരീക്ഷയിൽ 40-40 നേടാൻ നിങ്ങളൊക്കെ തയ്യാറാണോ? തയ്യാറായില്ലെങ്കിൽ തയ്യാറെടുത്തോളൂ കേട്ടോ. ഇനി വളരെ കുറച്ച് സമയം മാത്രമാണ് നമ്മുടെ മുമ്പിൽ ബാക്കിയുള്ളത്. സോ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നാളത്തെ പരീക്ഷയ്ക്ക് നിങ്ങൾ ഉറപ്പായിട്ടും കാണാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്താലോ. ഒന്നാമത്തെ ചോദ്യം, ഒരു ഗാൽവനിക് സെൽ ഉണ്ടാക്കിയിട്ടുണ്ട് സിങ്കും കോപ്പറും വെച്ചിട്ടാണ്. റൈറ്റ് ദ നെയിം ഓഫ് ദിസ് ഗാൽവനിക് സെൽ. ഈ ഗാൽവനിക് സെല്ലിന്റെ പേര് പറയാ മക്കളെ. ഗാൽവനിക് സെല്ലിന്റെ ഏറ്റവും ടിപ്പിക്കൽ ആയിട്ടുള്ള എക്സാമ്പിൾ ആണ് നമ്മുടെ ഡാനിയൽ സെൽ എന്ന് പറയുന്നത്. അപ്പൊ സിങ്കും കോപ്പറും കൊണ്ടുണ്ടാകുന്ന ഗാൽവനിക് സെല്ലിനെയാണ് നമ്മൾ ഡാനിയൽ സെൽ എന്ന് പറയുന്നത് കേട്ടോ. സിമ്പിൾ ചോദ്യം. അടുത്തത്, ഏതിലാണ് ഓക്സിഡേഷൻ നടക്കുക? അറ്റ് വിച്ച് ഇലക്ട്രോഡ് ഓക്സിഡേഷൻ ടേക്സ് പ്ലേസ്? ഓക്സീകരണം സംഭവിക്കുന്നത് ഏത് ഇലക്ട്രോഡിലാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ ഒരു ഗാൽവനിക് സെൽ എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും ഗാൽവനിക് സെൽ എന്നല്ല, ഇലക്ട്രോലൈറ്റിക് സെൽ ആയിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, നമ്മുടെ കോഡ് എന്താ? ആൻ ഓക്സും റെഡ് കാറ്റും. ആനോഡിൽ ഓക്സീകരണവും കാഥോഡിൽ നിരോക്സീകരണവും സംഭവിക്കുന്നു. ഓർത്ത് വെച്ചൂടെ? സോ ആനോഡിലാണ് എപ്പോഴും ഓക്സിഡേഷൻ സംഭവിക്കുക. അപ്പൊ ഇനി നമ്മൾ ആനോഡ് ആരാ കാഥോഡ് ആരാ എന്ന് തിരിച്ചറിയണം. റിയാക്ടിവിറ്റി കൂടിയ മെറ്റലാണ് ആനോഡ്, കുറഞ്ഞ ആളായിരിക്കും കാഥോഡ്. അത് ഓർത്ത് വെക്കുക. അപ്പൊ ഇവിടെ സിങ്കും കോപ്പറുമാണ്. സിങ്കിന്റെ റിയാക്ടിവിറ്റി കോപ്പറിനെക്കാട്ടിലും കൂടുതലാണ് അല്ലെ. അപ്പൊ സിങ്കാണ് റിയാക്ടിവിറ്റി കൂടിയ സിങ്കാണ് നമ്മുടെ ആനോഡ്, കുറഞ്ഞ കോപ്പറാണ് നമ്മുടെ കാഥോഡ്. അപ്പൊ ഇവിടെ ഓക്സിഡേഷൻ സംഭവിക്കുന്നത് ആനോഡ് ആയിട്ടുള്ള സിങ്കിലായിരിക്കും അല്ലെ. ആനോഡ് ആയിട്ടുള്ള സിങ്കിലാണ്. യെസ്. അടുത്ത ചോദ്യം നോക്കിക്കേ. റൈറ്റ് ദ ഇക്വേഷൻ ഫോർ റിഡോക്സ് റിയാക്ഷൻ. അപ്പൊ ഇവിടെ ആനോഡിലും കാഥോഡിലും നടക്കുന്ന ഇക്വേഷൻ കിട്ടിയാലാണ് ഇവിടുത്തെ റിഡോക്സ് റിയാക്ഷൻ ഇക്വേഷൻ നമുക്ക് എഴുതാൻ പറ്റുന്നത്. നമുക്ക് രണ്ട് സ്ഥലത്ത് നടക്കുന്ന റിയാക്ഷൻ എന്തൊക്കെയാണ് എന്ന് നോക്കാം. അറ്റ് ആനോഡ്, ആനോഡിൽ എന്താ സംഭവിക്കുക? ഓക്സീകരണമാണ് അല്ലെ. ആനോഡ് എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ സിങ്ക് ആണ്. ഓക്കെ, അപ്പൊ സിങ്കിന് ഓക്സിഡേഷൻ സംഭവിക്കണം. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ലോസ് ഓഫ് ഇലക്ട്രോൺ, ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നു. സിങ്ക്, കോപ്പർ, അയൺ, ടിന്ന്, മഗ്നീഷ്യം ഇവരൊക്കെ 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നു അല്ലെങ്കിൽ മേടിക്കുന്നവരാണ്. അപ്പൊ നമ്മുടെ സിങ്ക് ദാ പിടിച്ച മക്കളെ 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നു. ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താൽ എന്റെ കുഞ്ഞുങ്ങൾ ഓർത്ത് വെക്കുക, പോസിറ്റീവ് ചാർജ് ആണ്. എത്ര ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നോ അത്രയും പോസിറ്റീവ് ചാർജ് വരും. അപ്പൊ 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താൽ നമ്മുടെ സിങ്കിന് 2 പോസിറ്റീവ് ചാർജ് വരും. ഇതാണ് ആനോഡിൽ നടക്കുന്ന ഓക്സിഡേഷന്റെ ഇക്വേഷൻ. ഇനി നമുക്ക് കാഥോഡിലേക്ക് വരാം. അറ്റ് കാഥോഡ് മക്കളെ ഓർത്ത് വെക്കുക, ഈ ഒരു ചാപ്റ്ററിലൊക്കെ മുഴുവൻ നമ്മൾ കാഥോഡിലെ റിയാക്ഷൻ ഏതാ? റിഡക്ഷൻ, നിരോക്സീകരണമാണ്. ആറ്റത്തിന്റെ അയോണിനാണ് റിഡക്ഷൻ സംഭവിക്കുന്നത്. ആരെയാണോ നമ്മൾ കാഥോഡായിട്ട് എടുത്തിട്ടുള്ളത് അയാളുടെ അയോണിനായിരിക്കും റിഡക്ഷൻ സംഭവിക്കേണ്ടത്. സോ ഇവിടെ കാഥോഡ് എന്ന് പറയുന്നത് കോപ്പർ ആണ്, ശരിയല്ലേ? അപ്പൊ കോപ്പർ ആറ്റത്തിനല്ല, കോപ്പറിന്റെ അയോണിനാണ് റിഡക്ഷൻ സംഭവിക്കേണ്ടത്. കോപ്പറിന്റെ അയോൺ എന്ന് പറഞ്ഞാൽ Cu2+ അയോൺ. മക്കളെ ഇനി ഓർത്ത് വെക്കുക, റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ, നിരോക്സീകരണം എന്ന് പറഞ്ഞാൽ ഗെയിൻ ഓഫ് ഇലക്ട്രോണിനെ വാങ്ങുന്ന പ്രക്രിയയാണ്. അപ്പൊ ഇലക്ട്രോണിനെ വാങ്ങുന്ന സമയത്ത് എത്ര പോസിറ്റീവ് ചാർജ് ഉണ്ടോ അത്രയും സെയിം നമ്പർ ഇലക്ട്രോണിനെ വാങ്ങണം. അപ്പൊ ഇവിടെ 2 പോസിറ്റീവ് ചാർജ് ഉണ്ട്. അപ്പൊ നമ്മുടെ കോപ്പർ അയോൺ എന്താ ചെയ്യാ? 2 ഇലക്ട്രോണിനെ വാങ്ങി കോപ്പർ ആറ്റമായിട്ട് മാറുന്നു. ഇതാണ് ഇവിടെ നടക്കുന്ന റിഡക്ഷന്റെ ഇക്വേഷൻ. അപ്പൊ ഇനി സെൽ റിയാക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ 2 റിയാക്ഷനും തമ്മിൽ ആഡ് ചെയ്യണം. ആനോഡിലെ പ്രവർത്തനവും കാഥോഡിലെ പ്രവർത്തനവും തമ്മിൽ കൂട്ടുമ്പോഴാണ് നമുക്ക് സെൽ റിയാക്ഷൻ കിട്ടുക. അപ്പൊ നമുക്ക് സെൽ റിയാക്ഷൻ എന്ന് എഴുതാം. ഇത് നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് 2 ഇലക്ട്രോൺ 2 ഇലക്ട്രോൺ, 2 സൈഡിലും ഓപ്പോസിറ്റ് സൈഡിലല്ലേ, 2 ഇലക്ട്രോൺ ക്യാൻസൽ ഔട്ട് ചെയ്തു. ബാക്കിയുള്ളവരെ ഒന്ന് കമ്പൈൻ ചെയ്ത് എഴുതാം. Zn plus Cu2+ gives Zn2+ Cu. ഇതാണ് ഈ ഗാൽവനിക് സെല്ലിൽ നടക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്. സെറ്റ് അല്ലേ? സിമ്പിൾ അല്ലേ? അപ്പൊ ഗാൽവനിക് സെൽ എന്തായാലും ക്വസ്റ്റ്യൻ വരും. അപ്പൊ എന്തെങ്കിലും ഗാൽവനിക് സെല്ലിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇന്നലെ നടന്നിട്ടുള്ള മിനി മാരത്തോണിലെ നമ്മുടെ ഇലക്ട്രോ കെമിസ്ട്രിയിലെ ചാപ്റ്റർ കണ്ടു നോക്കുക. ഏകദേശം ഒരു 9-10 മണി സമയം ഒന്ന് എടുത്തു നോക്കുക. ഓക്കെ, അപ്പോ ഇന്നലെ രാത്രിയിൽ കേട്ടോ. അപ്പൊ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് വീഡിയോ കാണാൻ പറ്റും. അതിലെല്ലാ കാര്യങ്ങളും ടോപ്പിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇഫ് യു ഹാവ് എനി ഡൗട്ട് യു ക്യാൻ റെഫർ ദാറ്റ് ക്ലാസ്. ഓക്കെ, സോ ഇതാണ് ഈ ഗാൽവനിക് സെല്ലിൽ നടക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ മക്കളെ 3 മാർക്ക്
മാർക്കിന്റെ ചോദ്യമാണ്, 3 മാർക്കിന് ചോദിക്കണം ഉറപ്പായിട്ടും. ഈ ഗാൽവനിക് സെൽ അല്ലെങ്കിൽ മഗ്നീഷ്യം കോപ്പറോ അല്ലെങ്കിൽ മഗ്നീഷ്യം സിങ്കോ അല്ലെങ്കിൽ സിങ്ക് കോപ്പറോ ഏതെങ്കിലും ഒരു ഗാൽവനിക് സെല്ലിൽ നിന്ന് ഇതുപോലൊരു ക്വസ്റ്റ്യൻ വന്നിരിക്കും ഇക്വേഷൻ എഴുതാൻ. അടുത്തത് സബ്ഷെൽസ്, സർട്ടൺ ക്വാണ്ടം നമ്പേഴ്സ് ഉള്ള കുറച്ച് സബ്ഷെൽസ് നമുക്ക് തന്നിട്ടുണ്ട്. അതായത് 3p and 4s ഇവരുടെ n+l വാല്യൂസ് കണ്ടെത്താനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ n+l എന്താണ്? n എന്ന് പറഞ്ഞാൽ എന്താ? n എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആണ് അല്ലെ. l എന്ന് പറഞ്ഞാൽ അസിമുതൽ ക്വാണ്ടം നമ്പർ ആണ്. അപ്പൊ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ നമുക്ക് പറഞ്ഞു തരുന്നത് ഇലക്ട്രോൺ ഇരിക്കുന്നത് ഏത് ഷെൽ അഥവാ ഓർബിറ്റിലാണ്, ഒന്നാമത്തെ ഷെല്ലിലാണോ, രണ്ടാമത്തെ ഷെല്ലിലാണോ, മൂന്നാമത്തെ ഷെല്ലിലാണോ, ഇതാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ നമുക്ക് പറഞ്ഞു തരുന്നത്. വെറാസ് അസിമുതൽ ക്വാണ്ടം നമ്പർ നമുക്ക് പറഞ്ഞു തരുന്നത് ഇലക്ട്രോൺ ഇരിക്കുന്നത് ഏത് സബ് ഷെല്ലിലാണെന്നാണ്, എസിലാണോ, പിയിലാണോ, ഡിയിലാണോ, എഫിലാണോ. അപ്പൊ അസിമുതൽ ക്വാണ്ടം നമ്പറിന്റെ വാല്യൂസ് ഉണ്ട്. ഓരോ സബ് ഷെല്ലുകൾക്കും ഡിഫറെന്റ് വാല്യൂസ് ആണ്. അതിന്റെ കുഞ്ഞുങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കുക. ഇത് നിങ്ങൾക്ക് തെറ്റിപ്പോവാൻ പാടില്ല. തെറ്റിപ്പോയാൽ നമുക്ക് മാർക്ക് പോയി, പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. 1-2 മാർക്ക് സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ വെറുതെ മാർക്ക് കളയരുത്. അപ്പൊ എസ് എന്ന് പറയുന്ന സബ്ഷെല്ലാണെങ്കിൽ അസിമുതൽ ക്വാണ്ടം നമ്പറിന്റെ വാല്യൂ 0, പി ആണെങ്കിൽ 1, ഡി ആണെങ്കിൽ 2, എഫ് ആണെങ്കിൽ 3. ഇങ്ങനെയാണ് ഓരോ സബ്ഷെല്ലിന്റെയും അസിമുതൽ ക്വാണ്ടം നമ്പറിന്റെ വാല്യൂസ് വരുന്നത്. അപ്പൊ n+l നമ്മൾ എന്തിനാ കണ്ടെത്തുന്നത്? n+l വാല്യൂസ് നമ്മൾ കണ്ടെത്തുന്നത് സബ്ഷെല്ലുകളുടെ എനർജി കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ഏത് സബ്ഷെല്ലിനാണോ n+l വില കുറവ് അയാൾക്ക് എനർജി കുറവ്, ആർക്കാണോ n+l വില കൂടുതൽ അയാൾക്ക് എനർജി കൂടുതലായിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുള്ളത് 3pയും 4sഉമാണ്. നമുക്ക് കണ്ടെത്താം, സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടെത്താവുന്നതേ ഉള്ളൂ. 3p ഉണ്ട്, 4s നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. ശരി, നമുക്ക് കണ്ടെത്താം മക്കളെ. 3p എടുത്തു കഴിഞ്ഞാൽ ഇവരുടെ ആദ്യം എന്നിന്റെ എല്ലിന്റെ വിലകൾ നമുക്ക് കണ്ടെത്തണം അല്ലെ. 3p എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ഷെല്ലിലെ പി സബ് ഷെല്ലാണ് അല്ലെ. അപ്പൊ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിന്റെ വാല്യൂ എത്രയാ വരിക? മൂന്നാമത്തെ ഷെൽ എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിന്റെ വാല്യൂ വരുന്നത് 3. ഇനി പി സബ് ഷെല്ലാണ്. പി സബ് ഷെല്ലാണെങ്കിൽ വാല്യൂ എത്രയാ വരിക? 1 എന്ന് വരും. അപ്പൊ n=3, l=1. അപ്പൊ നമുക്ക് n+l വാല്യൂ കണ്ടെത്താം. 3+1 അതായത് 4 എന്ന് കിട്ടും. അപ്പൊ 3p എന്ന് പറയുന്ന സബ്ഷെല്ലിന്റെ n+l വാല്യൂ ആണ് 4. ഇനി നമുക്ക് 4sലേക്ക് പോവാം. 4s എന്ന് പറഞ്ഞാൽ നാലാമത്തെ ഷെല്ലിലെ s എന്ന് പറയുന്ന സബ്ഷെല്ലാണ് അല്ലെ. അപ്പൊ ഇലക്ട്രോൺ ഇരിക്കുന്നത് നാലാമത്തെ ഷെല്ലിലാണ് എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത് ഇവിടെ 4 ആയിരിക്കും. ഇനി എസ് എന്ന് പറയുന്ന സബ്ഷെല്ലാണ്. എസ് സബ്ഷെല്ലിന്റെ അസിമുതൽ ക്വാണ്ടം നമ്പറിന്റെ വാല്യൂ എത്രയാ? 0. സിമ്പിൾ 0. അപ്പൊ n=4, l=0. അപ്പൊ ഇനി നമുക്ക് n+l വാല്യൂ കണ്ടെത്താം. എത്ര വരിക? 4+0 4 എന്ന് നമുക്ക് ഉത്തരം കിട്ടും. അപ്പൊ 2 പേരുടെയും n+l വില ഇങ്ങനെ ഇക്വേഷൻസ് ഉപയോഗിച്ച് തന്നെ ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് മാർക്ക് കിട്ടില്ല. വെറുതെ എഴുതി വെച്ചിട്ട് കാര്യമില്ല. ഇങ്ങനെ ഇക്വേഷൻസ് ഉപയോഗിച്ച് തന്നെ ഉത്തരം എഴുതാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അടുത്തത് എന്താ? ഇവയിൽ ആർക്കാണ് കൂടുതൽ ഊർജം? നിങ്ങളുടെ ഉത്തരം സാധൂകരിക്കുക. വിച്ച് ഓഫ് ദം ഹാസ് മോർ എനർജി? ജസ്റ്റിഫൈ യുവർ ആൻസർ. നമുക്കറിയാം n+l വാല്യൂ ആർക്കാണോ കൂടുതൽ അവർക്ക് എനർജി കൂടുതൽ, ആർക്കാണോ കുറവ് അവർക്ക് എനർജി കുറവ്. പക്ഷെ ഈ കേസിൽ എന്റെ കുഞ്ഞുങ്ങളെ നോക്കിക്കേ, 2 സബ്ഷെല്ലുകളുടെയും n+l വാല്യൂ സിമിലർ ആണ്. അപ്പൊ 2 പേരുടെയും n+l വാല്യൂ സിമിലർ ആണെങ്കിൽ അത്തരം കേസുകളിൽ വി ഗോ ഫോർ ദ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. അത്തരം കേസുകളിൽ നമ്മൾ നോക്കേണ്ടത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിന്റെ വാല്യൂ ആണ്. ഏത് സബ്ഷെല്ലിനാണോ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിന്റെ വാല്യൂ കുറവ് അയാൾക്ക് എനർജി കുറവ്, ആർക്കാണോ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിന്റെ വാല്യൂ കൂടുതൽ അയാൾക്ക് എനർജി കൂടുതൽ. അപ്പൊ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ 3pയും 4sഉമാണ് അല്ലെ. 2 പേരുടെയും n+l വാല്യൂ സെയിം ആണെന്ന് നമുക്കറിയാം. 3pയും 4sഉം. 3pയുടെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിന്റെ വാല്യൂ എത്രയാ? 3. 4sന്റെ എത്രയാ? 4 നമുക്കറിയാം. അപ്പൊ ആരുടെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിന്റെ വാല്യൂ ആണ് കൂടുതൽ അയാൾക്കാണ് എനർജി കൂടുതൽ. സോ ഇവിടെ 4sനായിരിക്കും 3pയെക്കാട്ടിലും എനർജി കൂടുതൽ. എന്താ റീസൺ? എന്താ? ബിക്കോസ് ദ വാല്യൂ ഓഫ് n is higher for 4s. Okay, because the value of n is higher for 4s അല്ലെ. അതായത് നമുക്കറിയാം പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിന്റെ വാല്യൂ കൂടുതലായിട്ടുള്ളത് 4sനാണ്. സോ അയാൾക്കായിരിക്കും എനർജി കൂടുതൽ. സെറ്റ് അല്ലേ? മലയാളത്തിൽ എഴുതിക്കോളാം കേട്ടോ. ഓക്കെ, റെഡി അല്ലേ? യെസ്. അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം.
N വാല്യൂ 3 ആണ്, L വാല്യൂ 2. ഒരു സബ്ഷെൽ ഉണ്ട് കേട്ടോ. അപ്പൊ N എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, L എന്ന് പറഞ്ഞാൽ അസിമുതൽ ക്വാണ്ടം നമ്പർ. N-ന്റെ വില 3, L-ന്റെ വില 2. റെപ്രസെന്റ് ദ ഗിവൺ സബ്ഷെൽ, തന്നിരിക്കുന്ന സബ്ഷെല്ലിനെ പ്രതിനിധീകരിക്കുക. അപ്പൊ എന്റെ കുഞ്ഞുങ്ങൾ ശ്രദ്ധിച്ചേ, N=3 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഇലക്ട്രോൺ കുട്ടൻ ഇരിക്കുന്നത് തേർഡ് ഷെല്ലിലാണ് അല്ലെ, മൂന്നാമത്തെ ഷെല്ലിലാണ് ഇലക്ട്രോൺ ഇരിക്കുന്നത്. ഇനി അടുത്തത് L=2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം L-ന്റെ വാല്യൂ നമുക്ക് പറഞ്ഞു തരുന്നത് ഇലക്ട്രോൺ ഇരിക്കുന്നത് ഏത് സബ്ഷെല്ലിലാണെന്നാണ്, റൈറ്റ്? അപ്പൊ ഇലക്ട്രോൺ ഇരിക്കുന്നത് ഇവിടെ ഏത് സബ്ഷെല്ലിലാ? അത് നിങ്ങൾ മറന്നു പോരുത് കേട്ടോ. S ആണെങ്കിൽ 0, P ആണെങ്കിൽ 1, D ആണെങ്കിൽ 2, F ആണെങ്കിൽ 3. ഇതാണ് ഓർഡർ. അപ്പൊ L=2 എന്ന് പറഞ്ഞാൽ എന്റെ കുഞ്ഞുങ്ങൾ നോക്കിക്കേ, അത് ഏത് സബ്ഷെല്ലാ? ഡി സബ്ഷെല്ലാണ്. അപ്പൊ ഇവിടെ ഡി സബ്ഷെല്ലാണ്. അപ്പൊ ഓർത്ത് വെക്കാം, ഇവിടെ നമ്മൾ പറയുന്നത് മൂന്നാമത്തെ ഷെല്ലിലെ ഡി സബ്ഷെല്ലിനെ പറ്റിയിട്ടാ. അപ്പൊ അതിനെങ്ങനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാ? 3D അല്ലെ, മൂന്നാമത്തെ ഷെല്ലിലെ ഡി സബ്ഷെൽ എന്ന് പറഞ്ഞാൽ 3D. സിമ്പിൾ. അടുത്തത്, വാട്ട് ഈസ് ദ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ് ക്യാൻ ബി അക്കോമഡേറ്റഡ് ഇൻ ദി സബ്ഷെൽ? ഈ സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? അപ്പൊ ഓരോ സബ്ഷെല്ലിലും ഉൾക്കൊള്ളുവാൻ കഴിയുന്ന ഇലക്ട്രോണുകളുടെ എണ്ണത്തിന് ഒരു പരിധി ഉണ്ടേ, അത് ഓർത്ത് വെക്കണേ, മറന്നു പോരുതേ. ഓക്കെ, എസ് എന്ന് പറയുന്ന സബ്ഷെല്ലാണെങ്കിൽ അവിടെ പരമാവധി നമുക്ക് 2 ഇലക്ട്രോൺ അല്ലെ. പി ആണെങ്കിൽ 6, ഡി ആണെങ്കിൽ 10, എഫ് ആണെങ്കിൽ 14. അപ്പൊ ഇവിടെ നമ്മുടെ കയ്യിലുള്ളത് ഡി സബ്ഷെല്ലാണ്. സോ മാക്സിമം 10 ഇലക്ട്രോൺ ആണ് ഇവിടെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കുന്നത്. അടുത്തത്, ഹൗ മെനി ഓറിയന്റേഷൻസ് ആർ പോസിബിൾ ഫോർ ദിസ് ഓർബിറ്റൽ? ഈ സബ്ഷെല്ലിന് ഓർബിറ്റലുകൾക്ക് എത്ര ഓറിയന്റേഷൻ സാധ്യമാണ്? അപ്പൊ ഓറിയന്റേഷൻ നമുക്ക് പറഞ്ഞു തരുന്നത്, ഓർബിറ്റൽ ഓറിയന്റേഷനെ പറ്റി നോക്കണമെങ്കിൽ നമ്മൾ എടുക്കേണ്ടത് നമ്മുടെ മൂന്നാമത്തെ ക്വാണ്ടം നമ്പർ ആയിട്ടുള്ള മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ആണ് എം അല്ലെ. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ആണ് നമുക്ക് എത്ര ഓറിയന്റേഷൻ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. സോ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ഓറിയന്റേഷൻ കണ്ടെത്താൻ നമ്മുടെ കയ്യിൽ ഒരു ഇക്വേഷൻ ഉണ്ട്. 2 × L+1 ആണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. വെർ L ഈസ് ദി അസിമുതൽ ക്വാണ്ടം നമ്പർ അല്ലെ. L എന്ന് പറഞ്ഞാൽ എന്താ? അസിമുതൽ ക്വാണ്ടം നമ്പർ ആണ്. അപ്പൊ അസിമുതൽ ക്വാണ്ടം നമ്പറിന്റെ വാല്യൂ നമുക്ക് ആരാ പറഞ്ഞു തരിക? സബ്ഷെല്ലാണ്. അപ്പൊ ഇവിടെ ഉള്ളത് 3D ആണ്, ശരിയല്ലേ? അപ്പൊ N=3, L=2. അസിമുതൽ ക്വാണ്ടം നമ്പറിന്റെ വാല്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞു അല്ലെ, 2 ആണ്. അപ്പൊ ഇനി ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ പോരെ? നോക്കിക്കോ, 2 × 2 + 1 എത്രയാ കിട്ടുക? 4 + 1 5 എന്ന് ഉത്തരം കിട്ടും. അതായത് ഡി എന്ന് പറയുന്ന ഓർബിറ്റലിന് 5 ഓറിയന്റേഷൻസ് പോസിബിൾ ആണ്, അല്ലെങ്കിൽ ഡി എന്ന് പറയുന്ന സബ്ഷെല്ലിൽ 5 ഓർബിറ്റലുകൾ അടങ്ങിയിട്ടുണ്ട് എന്നാണ് ഇതിന്റെ അർത്ഥം. 3 മാർക്കിന് ചോദിക്കും, ഉറപ്പായിട്ടും ചോദിക്കും കേട്ടോ. 3 മാർക്കിന് വരുന്നൊരു ചോദ്യമാണ് ഇത്. ക്ലിയർ ആയോ? അപ്പൊ ക്വാണ്ടം നമ്പേഴ്സ് കൃത്യമായിട്ട് പഠിക്കണം കേട്ടോ. ഡൗട്ടുകളെല്ലാം മാറ്റി കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കണം, എന്നാലേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഏത് സബ്ഷെൽ വേണമെങ്കിലും നമ്മളോട് ചോദിക്കാം. അപ്പൊ ഇത് കോൺസെപ്റ്റ് അറിഞ്ഞിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ ചോദ്യത്തിന് ഉത്തരം എഴുതാനായിട്ട് സാധിക്കൂ. അടുത്ത ചോദ്യം നോക്കാം. 2H2 + O2 gives 2H2O is the equation for the formation of water. ഹൈഡ്രജനും ചേർന്ന് ഓക്സിജനും ചേർന്ന് വാട്ടർ ആയിട്ട് മാറുന്നു. ഓക്കെ, വാട്ട് ഈസ് ദ മാസ് ഓഫ് O2 ഗ്യാസ് നീഡഡ് ടു ഗെറ്റ് 36 gram ഓഫ് വാട്ടർ? 36 ഗ്രാം വെള്ളം ലഭിക്കാൻ ആവശ്യമായ ഓക്സിജന്റെ മാസ് എത്രയാണ്? അപ്പൊ തന്നിട്ടുള്ള ഇക്വേഷനെ ഞാനൊന്ന് എടുത്ത് എഴുതാൻ പോവാണേ. 2H2 + O2 gives 2H2O. ഓക്കെ, അപ്പൊ ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് 1U ആണ്, ഓക്സിജന്റെ ഇത് 16U ആണ്. ഓക്കെ, ഇത് രണ്ടും തന്നാൽ മതിയല്ലോ അല്ലെ. അപ്പൊ നമുക്കിനി മാസ് കണ്ടെത്താം. അപ്പൊ ഇവിടെ ഓരോരുത്തരുടെയും മാസ് നമ്മളൊന്ന് അനലൈസ് ചെയ്യാൻ പോവുകയാണ്, എന്നാലാണ് ഈ ചോദ്യത്തിന് ഉത്തരം എഴുതാൻ പറ്റുക. 2H2 എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാം ഹൈഡ്രജൻ ആണ് മക്കളെ? 1 ഹൈഡ്രജൻ 1 ഗ്രാം അല്ലെ, ഗ്രാം അറ്റോമിക് മാസ് പറഞ്ഞാൽ. ഇവിടെ ടോട്ടൽ 4 ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ 1 × 4 4 ഗ്രാം എന്ന് കിട്ടും. അപ്പൊ 4 ഗ്രാം ഹൈഡ്രജൻ. ഇനി ഓക്സിജൻ, ഒരു ഓക്സിജൻ ആറ്റം 16 ഗ്രാം അറ്റോമിക് മാസ്. ഇവിടെ 2 ഓക്സിജൻ ആറ്റം ഉണ്ട്. സോ 16 × 2 32 ഗ്രാം ഓക്സിജൻ ഉണ്ട് അല്ലെ. അപ്പൊ 4 ഗ്രാം ഹൈഡ്രജനും 32 ഗ്രാം ഹൈഡ്രജനും തമ്മിൽ റിയാക്ട് ചെയ്യുന്നു. ഇനി H2O എന്ന് പറയുമ്പോൾ ദാ ഇങ്ങനെ 2 ഹൈഡ്രജനും 1 ഓക്സിജനും ഉണ്ട്. ടോട്ടൽ മാസ് എത്രയാ വരിക? 1 16 1 എല്ലാം കൂടെ കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും?
18 ഗ്രാം എന്ന് വരും. അപ്പൊ വാട്ടറിന്റെ GMM ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് 18 ഗ്രാം ആണ്. ഇവിടെ നമ്മുടെ കയ്യിൽ 2 വാട്ടർ മോളിക്യൂൾ ഉണ്ട് അല്ലെ. അപ്പോൾ 2 × 18 ടോട്ടൽ 36 ഗ്രാം ഉണ്ട്. ടോട്ടൽ ഇവിടെ 36 ഗ്രാം വാട്ടർ ഉണ്ട്. അപ്പൊ എന്റെ കുഞ്ഞുങ്ങളെ നോക്കിക്കേ, 4 ഗ്രാം ഹൈഡ്രജൻ 32 ഗ്രാം ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്താൽ നമുക്ക് 36 ഗ്രാം വാട്ടർ കിട്ടും. നമ്മളോട് ചോദ്യത്തിൽ എന്താ പറഞ്ഞത്? 36 ഗ്രാം വാട്ടർ കിട്ടാൻ എത്ര ഓക്സിജൻ വേണം എന്നാണ്. അപ്പൊ അതിന്റെ ഉത്തരം ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. 36 ഗ്രാം വാട്ടർ കിട്ടാൻ നമുക്ക് 32 ഗ്രാം ഓക്സിജൻ വേണം. ശരിയല്ലേ? അപ്പോ ഉത്തരം എന്ന് പറയുന്നത് 32 ഗ്രാം ഓക്സിജൻ അല്ലെ, 32 ഗ്രാം ഓക്സിജൻ. ഇനി ഫൈൻഡ് ദ വോളിയം ഓഫ് ഹൈഡ്രജൻ ഗ്യാസ് നീഡഡ് ടു ഗെറ്റ് 22.4 ലിറ്റർ ഓഫ് വാട്ടർ വേപ്പർ അറ്റ് STP. അതായത് STPയിൽ 22.4 ലിറ്റർ വെള്ളം കിട്ടണമെങ്കിൽ എത്ര ഹൈഡ്രജൻ വാതകം വേണം എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. എഗെയിൻ നമുക്ക് ഇക്വേഷൻ ഒന്നും കൂടെ എഴുതി നോക്കാം. 2H2 + O2 gives 2H2O. അപ്പൊ ഇനി നമുക്ക് മോളിനെ പറ്റി ചിന്തിക്കാം. ഇവിടെ എന്റെ കുഞ്ഞുങ്ങളെ നോക്കിക്കേ, 2 മോൾ ഹൈഡ്രജൻ 1 മോൾ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് 2 മോള് നമുക്ക് വാട്ടർ കിട്ടും. ശരിയല്ലേ? അപ്പൊ 2 മോള് ഹൈഡ്രജൻ 1 മോള് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ടാണ് നമുക്ക് 2 മോള് വാട്ടർ കിട്ടുന്നത്. ഇനി നമുക്ക് എല്ലാവർക്കും അറിയാം, STPയിൽ 1 മോളിന്റെ വ്യാപ്തമാണ് അറ്റ് STP. വോളിയം ഓഫ് 1 മോൾ ആണ്. വോളിയം ഓഫ് 1 മോളിനെയാണ് നമ്മൾ 22.4 ലിറ്റർ എന്ന് പറയുന്നത്. ശരിയല്ലേ? അപ്പൊ ഇതിനെയൊക്കെ ഞാനൊന്ന് പിടിച്ചോ STPയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ 1 മോൾ വാട്ടർ ആണെങ്കിൽ 22.4. അപ്പൊ 2 മോൾ എന്ന് പറഞ്ഞാൽ 44.8 ലിറ്റർ വാട്ടർ ആണ് അല്ലെ. 1 മോൾ ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ 22.4. അപ്പൊ 2 മോൾ എന്ന് പറഞ്ഞാലേക്ക് 44.8 ലിറ്റർ. ഇനി ഓക്സിജൻ എത്രയുണ്ട്? 1 മോൾ അല്ലേ. സോ 22.4 ലിറ്റർ ആണ്. അപ്പൊ ഓൾറെഡി നമുക്ക് ഇക്വേഷനിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്, 2 മോൾ വെള്ളം കിട്ടണമെങ്കിൽ 2 മോൾ ഹൈഡ്രജൻ വേണം. അതായത് 44.8 ലിറ്റർ വെള്ളം കിട്ടണമെങ്കിൽ, വാട്ടർ വേപ്പർ കിട്ടണമെങ്കിൽ 44.8 ലിറ്റർ ഹൈഡ്രജൻ വേണം. മക്കളെ, 2 മോൾ വെള്ളത്തിന് 2 മോൾ ഹൈഡ്രജൻ. അപ്പൊ 1 മോൾ വെള്ളത്തിന് എത്ര മോൾ ഹൈഡ്രജൻ ആയിരിക്കും? ഇത് 1:1 റേഷ്യോ ആണ് അല്ലെ. അപ്പൊ 1 മോള് വെള്ളം കിട്ടണമെങ്കിൽ നമുക്ക് 1 മോൾ ഹൈഡ്രജൻ മതി. 2 മോള് വെള്ളം കിട്ടണമെങ്കിൽ 2 മോള് ഹൈഡ്രജൻ വേണം. സോ 1 മോള് വെള്ളം കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ വേണ്ടത് 1 മോൾ വാട്ടർ വേപ്പർ തന്നെയാണ്. ഓക്കെ, 1 മോൾ വാട്ടർ വേപ്പർ കിട്ടണമെങ്കിൽ നമുക്ക് വേണ്ടത് 1 മോൾ ഹൈഡ്രജൻ തന്നെയാണ്. ഇനി 1 മോൾ ഹൈഡ്രജന്റെ STPയിലെ വോളിയം എത്രയാ? സിമ്പിൾ അല്ലേ, 22.4 ലിറ്റർ. അപ്പൊ 22.4 ലിറ്റർ വെള്ളത്തിന്റെ നീരാവി വാട്ടർ വേപ്പർ കിട്ടണമെങ്കിൽ നമുക്ക് 22.4 ലിറ്റർ ഹൈഡ്രജൻ ഗ്യാസ് വേണം കേട്ടോ. അത് ഓർത്ത് വെക്കുക, 22.4 ലിറ്റർ. ഇനി നമ്മൾ 8 ഗ്രാം ഹൈഡ്രജൻ എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഹൗ മച്ച് ഗ്രാം ഓഫ് ഓക്സിജൻ ഷുഡ് ബി ടേക്കൺ ടു റിയാക്ട് കംപ്ലീറ്റ്ലി വിത്ത് ദിസ് ഹൈഡ്രജൻ? നമ്മൾ 8 ഗ്രാം ഹൈഡ്രജൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഹൈഡ്രജനുമായിട്ട് പൂർണ്ണമായിട്ടും പ്രവർത്തിക്കാൻ എത്ര ഗ്രാം ഓക്സിജൻ എടുക്കണം? അപ്പൊ വീണ്ടും നമുക്ക് ഒന്നും കൂടെ മാസിനെ പറ്റി ഒന്ന് ചിന്തിക്കാം. തന്നിട്ടുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള ഇക്വേഷൻ മിസ് ചെയ്തിട്ടെ. 2H2 + O2 gives 2H2O. അപ്പൊ ഇവിടെ മാസ് അനുസരിച്ച് നമുക്ക് മനസ്സിലാകും, 4 ഗ്രാം ഹൈഡ്രജൻ നോക്കുക 32 ഗ്രാം ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് 36 ഗ്രാം നമുക്ക് വാട്ടർ കിട്ടും. ശരിയല്ലേ മക്കളെ? നമ്മൾ ഓൾറെഡി നേരത്തെ കണ്ടുപിടിച്ചതാണ്, അതൊന്ന് എഴുതി. അപ്പൊ ഇനി നമുക്ക് ഹൈഡ്രജനും ഓക്സിജനും മാത്രം ഒന്ന് കൺസിഡർ ചെയ്യാം. 4 ഗ്രാം ഹൈഡ്രജന് റിയാക്ട് ചെയ്യാൻ 32 ഗ്രാം ഓക്സിജൻ വേണം. ശരിയോ തെറ്റോ? ശരിയാണ് അല്ലെ. 4 ഗ്രാം ഹൈഡ്രജന് റിയാക്ട് ചെയ്യാൻ 32 ഗ്രാം ഓക്സിജൻ നമ്മൾ എടുക്കണം. സപ്പോസ് നമ്മുടെ കയ്യിലത് 1 ഗ്രാം ഹൈഡ്രജൻ ആണെങ്കിൽ 1 ഗ്രാം ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്യാൻ എത്ര എണ്ണം വേണം? 4 ഹൈഡ്രജന്റെ വില 32 രൂപ. ഓക്കെ, 4 പേനയ്ക്ക് 32 രൂപ. ഒരു പേനയ്ക്ക് എത്ര രൂപയാ? 32/4. സെയിം, 4 ഗ്രാം ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്യാൻ 32 ഗ്രാം ഓക്സിജൻ വേണം. അപ്പൊ 1 ഗ്രാം ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്യാൻ എത്ര ഗ്രാം ഓക്സിജൻ വേണം? 32/4 ചെയ്താൽ മതി അല്ലെ. 32/4 ഗ്രാം ഓക്സിജൻ വേണം. ഇനി നമ്മുടെ കയ്യിൽ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 8 ഗ്രാം ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ 8 ഗ്രാം ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്യാൻ എത്ര ഓക്സിജൻ വേണം? 8 × 32/4 ചെയ്യാം.
എത്രയാ മക്കളെ കിട്ടുക? ദാ ഇത് വെട്ടിപ്പോകും. 2 എന്ന് വരും. 32 × 2 64 ഗ്രാം ഓക്സിജൻ എന്ന് വരും. മക്കൾ ഇങ്ങനെ ചിന്തിച്ചു നോക്ക്. 4 പേനയ്ക്ക് 32 രൂപ. അപ്പൊ ഒരു പേനയ്ക്ക് എത്ര രൂപയാ? 32/4 8 രൂപ. അപ്പൊ 8 പേനയ്ക്ക് എത്ര രൂപയായിരിക്കും? സിമ്പിൾ. എന്ത് ചെയ്താൽ മതി? 8 × 8 ചെയ്താൽ മതി. സെയിം അല്ലേ? 4 ഗ്രാം ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്താൽ 32 ഗ്രാം ഓക്സിജൻ വേണം. ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്യാൻ 32 ഗ്രാം ഓക്സിജൻ വേണം. അപ്പൊ 1 ഗ്രാം ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്യാൻ 32/4 8 ഗ്രാം ഓക്സിജൻ വേണം. അപ്പൊ 8 ഗ്രാം ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്യാനോ 8 × 8 അല്ലെങ്കിൽ 8 × 32/4 ഗ്രാം ഓക്സിജൻ, അതായത് 64 ഗ്രാം ഓക്സിജൻ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ എഴുതി വെച്ചോ. ഈ ഒരു ചോദ്യം ഹൈഡ്രജനും ഓക്സിജൻ ആണെന്നില്ല, അമോണിയ ആകാം, കാർബൺ ഡൈ ഓക്സൈഡ് ആവാം, എന്തായാലും ഇതിൽ നിന്ന് ഒരു ചോദ്യം നാളത്തെ പരീക്ഷ പേപ്പറിൽ ഉണ്ടാവും. ഉറപ്പാണ്, എഴുതി വെച്ചു. 100% ഷുവർ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. CH ഡബിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ട് CH. ഓക്കെ, ഒരു ആൽക്കീൻ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ ആൽക്കീൻ ഇതേതാ? നമ്മുടെ ഈഥൈൻ ആണ് അല്ലെ. നമ്മൾ താഴെ തന്നിട്ടിരിക്കുന്ന കോമ്പൗണ്ട് എങ്ങനെ ഉണ്ടാക്കുന്നതാണ്? ഈഥെയിൻ. ഈഥൈനിനെ ഈഥെയിനാക്കി മാറ്റണം. ഈഥൈനിനെ ഈഥെയിനാക്കി മാറ്റണം. ഏത് റിയാക്ഷൻ ആണ് നമ്മൾ ഇവിടെ ഫോളോ ചെയ്യേണ്ടത്? ഇവിടെ നമ്മൾ ഫോളോ ചെയ്യേണ്ടത് അഡീഷൻ പ്രവർത്തനമാണ് അല്ലെ. അപ്പൊ ഹൈഡ്രജനെ ആഡ് ചെയ്യാം. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് ഹൈഡ്രജനെ ആഡ് ചെയ്യും. CH ട്രിപ്പിൾ ബോണ്ട് CH ആണ്. ഹൈഡ്രജനെ ആഡ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക? ആദ്യം ഹൈഡ്രജനെ ആഡ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ സിംഗിൾ ബോണ്ട് ആയിട്ട് മാറോ? ഇല്ല. ആദ്യം ഇവരെ ഡബിൾ ബോണ്ട് CH2 ഡബിൾ ബോണ്ട് CH2 ആയിട്ട് മാറും. വീണ്ടും നമ്മൾ ഹൈഡ്രജനെ ആഡ് ചെയ്യുമ്പോഴാണ് CH3 സിംഗിൾ ബോണ്ട് CH3. അപ്പൊ 2H2 എഴുതിയാലും ഓക്കെ ആണ് കേട്ടോ. അങ്ങനെ നമുക്ക് ഈഥേനെ കിട്ടും. ഇനി അടുത്തത് CHCl2 CHCl2. ഇപ്പൊ ഇവിടെയും അഡീഷൻ പ്രവർത്തനം തന്നെയാണ്. പക്ഷെ ഇവിടെ നമ്മൾ ആഡ് ചെയ്യേണ്ടത് ആരെയാ? ഇവിടെ എക്സ്ട്രാ വന്നിട്ടുള്ളത് ക്ലോറിൻ ആണ്. അപ്പൊ ഇവിടെ നമ്മൾ ആഡ് ചെയ്യേണ്ടത് ക്ലോറിനെയാണ്. അപ്പൊ CH ട്രിപ്പിൾ ബോണ്ട് CH പ്ലസ് 2 ക്ലോറിൻ മോളിക്യൂളിനെ ആഡ് ചെയ്യാം. നമുക്കറിയാം ആദ്യം ട്രിപ്പിൾ ബോണ്ട് ഡബിൾ ബോണ്ട് ആകും. പക്ഷെ നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ ഉത്തരം എഴുതാം. 2 ക്ലോറിനെ ആഡ് ചെയ്യുമ്പോൾ CHCl2 പ്ലസ് CHCl2 എന്ന് പറയുന്ന ആളെ നമുക്ക് കിട്ടും. അടുത്തതായിട്ട് CH2 CHCl. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഒരു ഹൈഡ്രജനും ഒരു ക്ലോറിനുമായിട്ട് എക്സ്ട്രാ വന്നിട്ടുള്ളത്. അതായത് ഇവിടെ നമ്മൾ ആഡ് ചെയ്യേണ്ടത് HClനെയാണ്. അപ്പൊ നമുക്ക് ഈഥൈൻ എടുക്കാം. ഈഥൈനിലേക്ക് ഞാൻ HClനെ ആഡ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ ബോണ്ട് ബ്രേക്ക് ആവും. ഒരു കാർബണിന്റെ അടുത്തേക്ക് ഹൈഡ്രജനും മറ്റവന്റെ അടുത്തേക്ക് ക്ലോറിനും പോകും. അങ്ങനെ നമുക്ക് CH2 ഡബിൾ ബോണ്ട് CHCl എന്ന് പറയുന്ന ആളെ ഉത്തരം കിട്ടും. ണ്ടോ? ഇത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ മക്കളെ ഇതുപോലെ ഇനിയും ചെയ്യാനായിട്ട് ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയുണ്ട്. അപ്പൊ ഇതുപോലെയുള്ള ചോദ്യങ്ങളൊക്കെ, ഇനി ബാക്കി ചോദ്യങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ മെഗാ മാരത്തോൺ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ എന്റെ കുഞ്ഞുങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എങ്ങനെ പഠിക്കണം, ഏതൊക്കെ രീതിയിലാണ് ചോദ്യങ്ങൾ വരിക എന്നുള്ളത് അല്ലെ. ഇത് കൃത്യമായിട്ട് പഠിക്കുക. ഉറപ്പായിട്ട് 40-ൽ 40 നമുക്ക് മേടിക്കാൻ പറ്റും. വൺ തിങ്, പ്രാക്ടീസ് മാക്സിമം ക്വസ്റ്റ്യൻസ്. ഇനിയുള്ള സമയം പരമാവധി നിങ്ങൾ റിവൈസ് ചെയ്യുക, പരമാവധി ചോദ്യങ്ങൾ ചെയ്യുക. അപ്പൊ നമ്മൾ ഇന്നത്തെ മെഗാ മാരത്തോണിൽ 100% നാളത്തെ പരീക്ഷയ്ക്ക് വരാൻ പോകുന്ന ചോദ്യങ്ങളായിരിക്കും ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ കൃത്യം 7 മണിയാകുമ്പോൾ എന്റെ കുഞ്ഞുങ്ങൾ എല്ലാവരും നമ്മുടെ സൈലം SSLC ചാനൽ ഉണ്ടാവണം. സോ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. വൈകിട്ട് കാണാം. ടാറ്റാ, ബൈ.